കർത്താവിൻ്റെ കൂടെ ഇരിക്കുക. എബൈഡ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ജീവിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുന്ന കാലം അത്രയും യേശു ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കാനുള്ള ഭാഗ്യം ചോദിച്ച് വാങ്ങിക്കണം. പണ്ട് ഇരുട്ടിൽ നടന്നവരായ ജനതയെ തൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവം തമ്പുരാൻ തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി അയച്ചു തന്നു. ഇരുട്ടിൽ നടന്നൊരു ജനം വലിയൊരു പ്രകാശം കണ്ടെത്തിയെന്ന് യെശയ്യാവ് പറയുന്നത്. അപ്പം ഇരുട്ടിൽ നടക്കുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടെത്തി നമുക്ക് വേണ്ടി ഒരു ശിശുവിനെ തന്നിരിക്കുകയാണ്. അത് യേശു ക്രിസ്തു, ഇമ്മാനുവേൽ, യേശു, ഗോഡ് വിത്ത് അസ്, ദൈവം നമ്മോടുകൂടെ. അപ്പോൾ ആ ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ ദൈവം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു 14-ാം അധ്യായത്തിൽ ഒരു വാക്യം പറയുന്നത് 3 ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. അതിനു മുമ്പിൽ ഈ 14-1 തുടങ്ങുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഇത് ഞാൻ വ്യക്തമായിട്ട് ദൈവം എന്നോട് തന്നെ പറഞ്ഞ പല പ്രാവശ്യം ഓരോ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കും. ഒരു ദിവസം എന്നോട് വന്ന്, നിൻ്റെ ഹൃദയം കലങ്ങരുത്. നമ്മുടെ ഹൃദയം കലങ്ങിപ്പോയോ പിന്നെ നമ്മളെക്കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. അത് ഒരു വീട്ടിലെ അമ്മയാണ് അല്ലെ ഒരു സ്ത്രീയാണ് അതിൻ്റെ ആ വിളക്ക് കത്തിച്ചു പിടിക്കേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ മക്കൾക്ക് വേണ്ടി കൊടുക്കാൻ 2 മെഴുകുതിരി എൻ്റെ കയ്യിൽ തന്നായി വിട്ടത്, അവിടെ കൊണ്ടുപോയി തിരി കത്തിക്കാനായിട്ട്. അപ്പം അവിടെയുള്ള സ്ത്രീകളാണിത് കത്തിക്കേണ്ടത്. നമ്മളത് പെൺമക്കളെ ഇപ്പോൾ ഒത്തിരി പഠിപ്പിച്ച് ആമക്കളെക്കാട്ടിൽ കൂടുതൽ പഠിത്തവും കഴിവും പ്രാപ്തിയും, കാരണം അവർക്ക് തീഷ്ണതയുണ്ടല്ലോ പെൺമക്കൾക്ക്. അതുകൊണ്ട് എന്ത് പറ്റി, വീട്ടിലൊരു നാഥൻ്റെ ഒരു സ്ഥാനം മാറിപ്പോവുകയാണ്. അതൊരു നന്മയ്ക്ക് പകരം ചില സ്ഥലങ്ങളിലെല്ലാം അത് തിന്മയായിട്ട് മാറുകയാണ്. കാരണം സ്ത്രീയുടെ തലയായിട്ട് പുരുഷനും പുരുഷൻ്റെ തല ക്രിസ്തു എന്നുള്ള ആ ഒരു മർമ്മം അങ്ങോട്ട് മാറിയിട്ട് നമ്മളെക്കാട്ടിലും പുരുഷനെക്കാട്ടിലും കഴിവ് കൂടുതലുണ്ട് എന്ന് സ്ത്രീ കാണിച്ചു കൊടുക്കാനായിട്ട് അത് ജഡീകമാണ്. അതുതന്നെയാണ് ആദത്തിനെക്കാട്ടി കഴിവ് അവ്വായിക്കുണ്ടെന്ന് പ്രൂവ് ചെയ്യാനാണല്ലോ ഈ നന്മതിന്മയുടെ ഫലം കഴിച്ചെന്ന മിഷൻ തൊട്ട് അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം നമ്മളിതിൽ നിന്നൊരു റിവേഴ്സ് വരണമെങ്കിൽ നമ്മൾ ജീവ വെളിച്ചം അല്ലെങ്കിൽ ആ വിളക്ക് കത്തിക്കണം. അപ്പം കർത്താവ് നിൻ്റെ ഹൃദയം എന്തിനാ കലങ്ങുന്നത്? പിതാവിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. വിശ്വാസം എന്നത് പറയുന്നത് നമ്മൾ വിശ്വാസം തനിയെ ഉണ്ടാകത്തില്ല. ഒന്നുകിൽ ആരെങ്കിലും വിശ്വാസമുള്ളവർ പറഞ്ഞു തരണം, അല്ലെങ്കിൽ വേദപുസ്തക അടിസ്ഥാനത്തിൽ ദൈവത്തോട് കൂടെ ഇരുന്നിട്ട് ദൈവത്തിൽ നിന്ന് അത് പ്രാപിച്ചെടുക്കണം വചനത്തിൽ കൂടെ. കർത്താവ് പറയുന്നത് നമ്മുടെ ഹൃദയം എപ്പോഴും സങ്കടപ്പെടുന്നു. ദൈവം പറയുന്നത് നീ സങ്കടപ്പെടണ്ട, നിൻ്റെ ഹൃദയം കലങ്ങിപ്പോകണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. കർത്താവ് ഞാൻ പോകുന്നത് എന്തിനാ? നിങ്ങൾക്ക് ഭവനം ഉണ്ടാക്കാൻ. സ്വർഗത്തിലൊരു ഭവനം നമുക്കിപ്പം ദൈവം ഉണ്ടാക്കുക, അവിടെ നമ്മൾ പോയിരിക്കും. എന്നാൽ കർത്താവിനോട് ഇപ്പം തോമസ് ചോദിക്കുന്നു, കർത്താവ് നീ എവിടെ പോകുന്നു അറിയത്തില്ല എന്ന്. എന്നാൽ അത് കഴിഞ്ഞ ഉടനെ തന്നെ കർത്താവ് പറയുന്നുണ്ട്, കർത്താവ് നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, നിന്നെ വഴി എങ്ങനെ അറിയാം? യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. അവിടെ ഒരു വലിയ മർമ്മം പറഞ്ഞു കൊടുക്കുകയാണ്. കർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വഴിയാണ്, ഞാൻ സത്യമാണ്, ഞാൻ ജീവനാണ്. അതിന് വേറൊരു വഴിയില്ല. ഒരൊറ്റ വഴിയിൽ വരുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സ്ട്രഗിള്. അതൊരായുസ് എടുക്കും പലപ്പോഴും, പക്ഷേ ഇറ്റ്സ് വർത്ത് ടേക്കിങ് ഇറ്റ്. നമ്മളത് കണ്ടു കഴിഞ്ഞാൽ അടുത്ത തലമുറ, ഇപ്പോൾ 6 തലമുറ വരെ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുള്ളവരുടെ പ്രായമുള്ള അപ്പച്ചന്മാരെ ഞാനോട് എനിക്കറിയാം എൻ്റെ കൊച്ചുമക്കൾ തെറ്റിപ്പോകത്തില്ലെന്ന്. അവരൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴുണ്ടല്ലോ ഒരു ബലം, അതാണ് ആ കുടുംബത്തിൻ്റെ ബലം. എൻ്റെ കൊച്ചുമക്കൾ തെറ്റത്തില്ല, 6 തലമുറയായിട്ട് ഞങ്ങൾ യേശുവിനെ വിളിക്കുന്നവരാണ്. അങ്ങനെ പറയാൻ നമുക്ക് കഴിവുണ്ടോ? തലമുറകളുടെ ദൈവമാണെന്ന് അതാ പറയുന്നത്. ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിൽ കൂടെ അല്ലാതെ പിതാവിൻ്റെ അടുക്കൽ ആരും വരികയില്ല. പുത്രനാം ദൈവം സത്യമാണ് വിളിച്ചു പറയുന്നത് എങ്കിൽ അവനിൽ അബൈഡ് ചെയ്യാൻ, അവനിൽ വസിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അവിടെയാണ് എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് 1-ാം അധ്യായത്തിലെ ചില പ്രധാനമായിട്ടുള്ള സത്യങ്ങൾ. നമ്മൾ ഈ എഫെസ്യർക്ക് എഴുതിയ ലേഖനം, ഓരോ ലേഖനങ്ങളിലും സത്യത്തിൻ്റെ ആത്മാവ് അങ്ങനെ നമ്മളോട് സംസാരിക്കുകയാണ്. കർത്താവിൻ്റെ പരിശുദ്ധാത്മ പറയുന്നത് 1:17 തൊട്ടുണ്ട്. നമ്മളോട് കർത്താവ് പറയുന്നത് ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പം ജ്ഞാനവും പരിജ്ഞാനവും വെളിപ്പാടും ദൈവമാണ് തരേണ്ടത്. എന്തിനാ?
നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ച് 1:18 ഇപ്പം വായിക്കുന്നത്. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന്. അവനൊരു വിളിയുണ്ട്. ആ വിളി എന്താണ്? നമ്മൾ അവൻ്റെ മക്കളാണെന്നുള്ളത്. അത് മനസ്സിലാക്കി കൊടുക്കാതെ, അതായത് മക്കളല്ലാത്തവനും മക്കളും അടിമയും തമ്മിൽ വ്യത്യാസമുണ്ട്. മക്കൾ അപ്പൻ്റെ കൂടെ, അപ്പൻ്റെ ഒരു കസേര ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സോഫയിൽ രണ്ട് കൊടുത്ത് വന്നിരിക്കുക. അടിമ ഒരിക്കലും ഒന്നും ഇരിക്കൂല. നമ്മൾ പലപ്പോഴും അടിമയായിട്ടാണ് ജീവിക്കുന്നത്. ദൈവം പറയുന്നത് അബൈഡ് വിത്ത് മീ, എൻ്റെ അടുക്കൽ വാ, ഞാനാണ് വഴിയും സത്യവും ജീവനും. ഭർത്താവ് പറയുന്നത് അകത്തെ നിൻ്റെ കണ്ണ് തുറക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളോട് വന്ന് ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് വിളിയാലുള്ള ആശ, വിളിയുടെ ആശ നമ്മൾ അവൻ്റെ മക്കളാണെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം. നമുക്ക് അവകാശത്തിൻ്റെ മഹിമാധനം എന്ന് പറയുമ്പം നമുക്കൊരു ഇൻഹെറിറ്റൻസ് ഉണ്ട്, അത് നമുക്കൊരു ലീനിയേജ് ഉണ്ട്, നമുക്കൊരു അവകാശമുണ്ട് ക്രിസ്തുവിൽ. സ്വർഗീയ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത്. അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം എന്തെന്നും നിങ്ങൾ അറിയണം. ദൈവത്തിൻ്റെ അളവറ്റ വലിപ്പം കർത്താവ് പറയുന്നത് 3 കാര്യങ്ങളാണ്. 1, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നറിയണം. 2, അവൻ്റെ ഇൻഹെറിറ്റൻസ്, അവൻ്റെ അവകാശികളായി മാറുന്നു. 3, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിലും നമ്മുടെ മക്കളിലും ഉണ്ട് എന്നറിയണം. ഇത് 3 നിറഞ്ഞു കഴിയാതെ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അത് പൗലോസ് പ്രാർത്ഥനയായിട്ട് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1:17 തൊട്ട് ഏകദേശം 20 വരെയുള്ള വാക്യമാണ്. അത് പല പ്രാവശ്യം എടുത്ത് വായിച്ചിട്ട്, കർത്താവേ ഈ ആത്മാവിനെ എന്നെ നിറച്ചു തരണം, ഞാൻ അനാഥനല്ല, ഞാൻ മാറിയിരിക്കും, ഞാൻ മകനാണ്. ചിലപ്പോഴൊക്കെ ഞാൻ തെറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞു മഹാഭാവി സ്റ്റേജിൽ നിന്ന് മാറ്റാനാണ് നമ്മളെ മാറ്റിയത്. ഞാൻ മകനാണിപ്പോൾ. ഇപ്പം എൻ്റെ മകനെ ഞാൻ ഒരിക്കലും മഹാഭാവി എന്ന് പറയൂല. അവൻ നമ്മുടെ രക്തത്തിൽ നിന്നുണ്ടായത്, കർത്താവിൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവൻ. അവൻ ദൈവമകനാണെന്ന് പറയുന്നത് കേൾക്കാനാണ് എനിക്കിഷ്ടം. അതാണ് ദൈവവും ആഗ്രഹിക്കുന്നത്. ഒരു സ്ലേവിൽ നിന്ന്, അതായത് അടിമത്വത്തിൽ നിന്ന് മക്കളെന്ന പദവിയിൽ വന്നവനെ കർത്താവിൻ്റെ കൂടെ ഇരിക്കാനൊക്കത്തുള്ളൂ. അപ്പം നമ്മളൊരിക്കലും സ്ലേവിനോട് നമ്മുടെ രഹസ്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കത്തില്ല. പറയുമോ? നമ്മുടെ മകനാണെങ്കിൽ നമ്മളെല്ലാം പറഞ്ഞു കൊടുക്കും. അതാണ് ആ വ്യത്യാസം. അപ്പോൾ ദൈവത്തോട് ചേർന്നിരിക്കാൻ തക്കവണ്ണം നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ, അപ്പം ദൈവവുമായിട്ടൊരു ഉടമ്പടി നമ്മൾ എടുക്കുകയാണ് ആവശ്യം. അതായത് നമ്മൾ പലതരത്തിലുള്ള ഉടമ്പടി എന്ന് പറയുമ്പം ദൈവവും നമ്മളുമായിട്ട് ഒരു അഗ്രിമെൻ്റ് എടുക്കുകയാണ്. ഞാൻ നിനക്ക് വേണ്ടി ജീവിച്ചോളാം, എനിക്ക് വേണ്ടി എൻ്റെ ജീവൻ നിനക്ക് വേണ്ടി തരുന്നു നമ്മൾ പറഞ്ഞിട്ട് കർത്താവുമായിട്ട് ഉടമ്പടി എടുക്കാമെന്ന് വിചാരിക്കുക. പക്ഷേ സ്വർഗീയ ബിബ്ലിക്കൽ ഉടമ്പടി എടുത്താൽ ദൈവം നമുക്ക് എന്നും വിശ്വസ്തനായിട്ട് നിൽക്കുന്നതിനാൽ ആ ഉടമ്പടിയെ, പ്രധാന ഉടമ്പടികൾ രക്തം കൊണ്ടാണ് ഉടമ്പടി എടുക്കുന്നത്. അതിന് ഉടമ്പടി എന്നാണ് പറയുന്നത്. പണ്ട് കാലങ്ങളിൽ ഇവിടെ മുറിക്കും പാറാട്, എന്നിട്ട് അവർ തമ്മിൽ ഇങ്ങനെ വയ്ക്കും. എന്നിട്ട് ആ ഉടമ്പടി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ മാറാനൊക്കത്തില്ല. പക്ഷെ ക്രിസ്തു തൻ്റെ രക്തം നമുക്ക് വേണ്ടി തന്ന് അവൻ്റെ രക്തത്തിൽ നമ്മളെ വീണ്ടെടുത്തതിരിക്കുന്നതിനാൽ നമ്മളും ദൈവവുമായിട്ടൊരു ഉടമ്പടിയുണ്ട്. ഒരിക്കലും അത് മാറ്റമില്ലാത്ത ഉടമ്പടിയാണ്. ആ ഉടമ്പടിയിൽ ഞാനും എൻ്റെ കുടുംബവും ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പ് വന്ന സംഗതികൾക്ക് വ്യത്യാസം വരും. അവിടെ നമ്മുടെ മക്കൾ വഴിതെറ്റിയവരുണ്ട്. അതിനകത്ത് വഴിതെറ്റിപ്പോയവരെ തിരിച്ചു കൊണ്ടുവന്ന് എത്രയോ അമ്മമാരുടെ കഥകൾ നമുക്കറിയാം ഇല്ലേ? അഗസ്റ്റിന് 30 വർഷം അവരുടെ അമ്മ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു. എത്രയോ പേരുടെ ഈ ലോക ജീവിതത്തിൽ വിശുദ്ധന്മാരായിട്ടുള്ള പലരുടെയും അമ്മമാർ പുറകിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അവർ ആ വെളിച്ചത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ കർത്താവ് പറയുന്നത് യു ഹാവ് ടു അബൈഡ് വിത്ത് മീ, എൻ്റെ കൂടെ ഇരിക്കാൻ നീ ആഗ്രഹിക്കുക. അതെപ്പോഴാണ്? പരിശുദ്ധാത്മാവ് വരുമ്പം. ഒരു കാലത്ത് വേദപുസ്തകം വായിക്കാൻ മടിയുള്ളവർ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പിന്നെ വേദപുസ്തകം മാറ്റി വെക്കൂല. ബിക്കോസ് ഇതിനകത്ത് ട്രഷേഴ്സാണ് കിടക്കുന്നത്. നമ്മൾ ഖനികളാണ് ഇതിനകത്ത് കിടക്കുന്നത്. അത് വായിച്ചെടുക്കാൻ കർത്താവ് നമ്മളോട് ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് വരെ കർത്താവ് നമ്മളോട് പറയണം. നമ്മൾ ഈ ദൈവവുമായിട്ടുള്ള ബന്ധം വരുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, എഫേസ്യർക്ക് എഴുതിയ 4:1 ഇങ്ങനെ പറയുന്നുണ്ട്, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്. എന്താണ്? കർത്താവിൻ്റെ സ്നേഹത്തിൽ ചങ്ങല ധരിച്ചിരിക്കുക പൗലോസ്. നമ്മളെത്ര പേര് കർത്താവിന് വേണ്ടി ചങ്ങല യഥാർത്ഥ ചങ്ങലയല്ല ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളും ദൈവവുമായിട്ടൊരു ഉറ്റ ബന്ധം, ഒരു ചങ്ങല, സ്നേഹച്ചങ്ങല ഉറപ്പിച്ചിട്ടുണ്ടോ? നമ്മൾ മക്കളുമായിട്ടുണ്ടോ? അത് ദൈവത്തിന് ആഗ്രഹമാണ്. കർത്താവ് പറഞ്ഞ് നമുക്കൊരു ബ്ലഡ്
കവനൻ്റ്, ഒരു ദൈവത്തുമായിട്ടുള്ളൊരു ഉടമ്പടി, ഒരു ട്രീറ്റി ഉണ്ട് ദൈവവുമായിട്ട്. അതിൽ നിന്ന് ദൈവം മാറത്തില്ല. അതിനാൽ എനിക്ക് പുത്രത്വത്തിൻ്റെ അവകാശമുണ്ട്, എനിക്ക് ഇൻഹെറിറ്റൻസ് ഉണ്ട്, പരിശുദ്ധാത്മാവ് എന്നിലുണ്ട്. അതൊക്കെ ദൈവത്തോട് കൂടെ ഇരിക്കുന്നവർക്ക് അനുഭവിക്കാനുള്ളതാണ്. ഇത് മരിച്ചു കഴിഞ്ഞിട്ടുള്ളതല്ല, ഇവിടെ വെച്ച് അനുഭവിക്കാനാണ്. കർത്താവ് നമ്മളോട് പറയുന്നത്, ഞാൻ എപ്പോഴും ഇതിനകത്ത് എഴുതി വെക്കുമ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ട്, നമ്മൾ ദൈവത്തെ അങ്ങേയറ്റം സ്നേഹിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ദൈവം പറയുന്നതെല്ലാം നമ്മൾ അനുസരിക്കും. പിന്നെ നമുക്കതൊരു ഭാരമല്ല. കാരണം നമ്മളിപ്പം പല കുടുംബങ്ങളിലും ഭർത്താക്കന്മാർ പറയുന്ന ഭാര്യമാർ ഒരു മടിയും കൂടെ അനുസരിക്കും. ബിക്കോസ് ദേ നോ ഇറ്റ്സ് ഫോർ ദ കോമൺ ഗുഡ്. അതുപോലെ തന്നെ ക്രിസ്തു എന്ത് പറഞ്ഞാലും അർത്ഥം എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന പാടില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ദൈവമായിട്ട് അതേ സ്നേഹമായി കഴിയുമ്പോഴുണ്ടല്ലോ, നമ്മൾ എന്ത് പറയുന്നു അത് കർത്താവ് ചെയ്യും. ആ സ്റ്റേജിലോട്ട് കയറണം. നമ്മളെന്ത് പറയുന്നു കർത്താവ് ചെയ്യണമെങ്കിൽ നമ്മളും ദൈവമായിട്ട് അതുപോലെ ബന്ധമാണ്. ശരിയല്ലേ? മണവാളിനും മണവാട്ടി നിൽക്കുമ്പോൾ മണവാട്ടി എന്നെ പറഞ്ഞാലും മണവാളിന് അന്ന് ചെയ്തു കൊടുക്കും. പിന്നെ വിശുദ്ധ സ്നേഹത്തിൽ അവർ ജീവിതം കഴിയുകയാണ്. സ്ത്രീ ആ ഭാര്യ പറയുന്നതനുസരിച്ചേ ഭർത്താവ് കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അതാണ് ബന്ധം. ആ കർത്താവിൻ്റെ അടുത്തിരിക്കുന്ന ബന്ധം നമുക്കുണ്ടാകണം. അത് ദൈവാത്മാവിൽ ആശ്രയിച്ച് വചനത്തിൽ ഉറച്ചു നിന്ന് സമയമെടുത്ത് പ്രാപിച്ചെടുക്കേണ്ടിയ. ഞാൻ ഈ പറയുന്ന വചനങ്ങൾ നിങ്ങൾക്കൊരു നട്ഷല് മാത്രമാണ്. പക്ഷേ ബാക്കി സമയം നിങ്ങൾ തന്നെ വായിച്ച് ആത്മാവിൽ ബലപ്പെട്ടേക്കത്തുള്ളൂ. ദിസ് ഈസ് ബ്യൂട്ടിഫുൾ ഇൻ ക്രൈസ്റ്റ് ജീസസ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയുണ്ട്. നീ ഞങ്ങളെ മാടി പിടിച്ചിരിക്കുന്നത് കർത്താവേ, നീ ഞങ്ങളെ പഠിപ്പിക്കുകയാണെന്ന്. നിങ്ങളുടെ ഹൃദയം കലങ്ങണ്ട, എൻ്റെ അടുക്കലിരിക്കെ. കർത്താവിൻ്റെ അടുക്കൽ എത്ര പേർക്ക് ഇരിക്കാൻ സമയം കിട്ടുന്നുണ്ട് കർത്താവേ. ഞാൻ തന്നെ വഴി. ഞങ്ങളുടെ ഏതൊരു ഭാരത്തിനും അവിടുന്നാണ് വഴി. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. എല്ലാ ഭാരത്തിനും ഉത്തരം തരുന്ന ഒറ്റ വ്യക്തി യേശുവാണ്. അങ്ങനെ ഒരു സഹായിയായിട്ട് ഞങ്ങളുടെ മുമ്പിൽ ജീവൻ തന്ന് ഞങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവമുള്ളപ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ അവിടെ ഇവിടെയും പോകാതെ ഉറച്ചു നിൽക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. എബൈഡ് ഇൻ മീ, എന്നിൽ നീ വസിക്കുക. അങ്ങനെ ഞങ്ങളെ പഠിപ്പിച്ചെടുത്ത ഒരു വീട്ടിൽ ഒരാൾ അങ്ങനെ ആയാൽ പല കാര്യങ്ങൾക്ക് വിടുതൽ വരും. കർത്താവ് പറയുന്നുണ്ടല്ലോ, അപ്പോസ്തല പ്രവൃത്തി 16:31 പറയുന്നുണ്ട്, ഒരുവനും ക്രിസ്തുവിലായാൽ അവൻ്റെ കുടുംബത്തിലുള്ള സകലരും. കാരണം അവരൊരു വിളക്കായിട്ട് മാറും. പിന്നെ ഇരുട്ടിൽ അവർ വിളക്കാണ്. ഏതൊരു പ്രയാസ സമയത്തും ആ വിളക്ക് അവിടെ കത്തിക്കൊണ്ട് നിന്നാൽ മതി, പറയുകയൊന്നും വേണ്ട. അങ്ങനെ ഞങ്ങളെ വിളക്കുകളായിട്ട് കത്തി നിൽക്കുന്ന വിളക്കുകളാക്കി ഞങ്ങളെ മാറ്റണമേ നാഥ. അവിടുന്ന് അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥനകളുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.